വീഡിയോസ് ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളെ പറ്റി അറിയാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു നമ്മുടെ ഫാമിലി, നമ്മുടെ വീടൊക്കെ. അപ്പൊ ഞാനൊരു ലോങ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കട്ട സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ ജോലി എന്താണ് എന്നുള്ളത്. ഈ ഓഫീസിൽ പോകുന്ന വീഡിയോസ് ഇടുമ്പോൾ അതിനടിയിൽ കൂടുതലും കമന്റ്സ് വരുന്നതാണ് കേട്ടോ, എന്താ ജോലി എന്നുള്ളത്. പഴയ ഒരു വീഡിയോയിലൊക്കെ ഞാൻ നമ്മളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പണ്ട് മീൻസ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നതിനപ്പോ നമ്മളെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവര് നമ്മളോട് ഇത് ചോദിക്കണ്ടേ. ഞാനും പിന്നെ നമ്മുടെ ഫാമിലി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാന്നുള്ളത്. സോ നമ്മളിപ്പോ നമ്മുടെ ഓഫീസിലേക്ക് പോവാണ്. ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളും കൂടെ ആയോ, നമുക്ക് ഒരുമിച്ച് ഓഫീസിലേക്ക് പോവാം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫ് സ്റ്റോറിയും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്താ പറയുന്നത്, സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ചെറിയ മഴയൊക്കെ ഉണ്ട്, അതാണ് ഞങ്ങൾ ഇന്ന് കാറിന് ഇറങ്ങിയേക്കണത്. കാരണം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ 2-3 ലൊക്കേഷനൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വെറുതെ ഇക്കാകെ എന്നൊക്കെ എപ്പാ. അപ്പൊ എന്തായാലും ഒരു എക്സ്ട്രാ ഇനി ഓഫീസിൽ വെച്ചിട്ട് എല്ലാം പറയാൻ പറ്റില്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിൽ പോകണമെന്നുണ്ട്. ഇനി മഴയാണെന്നുണ്ടെങ്കിൽ കാറിൽ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാലോ. അല്ലെങ്കിൽ ഈ വീഡിയോ ഇനിയും പെൻഡിങ്ങിലേക്ക് പോകും, ഞാനിത് ഇടലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടിട്ടാട്ടോ ഞാനിന്ന് എന്തായാലും ഇടാൻ വേണ്ടിയിട്ട് കച്ചായിട്ട് ഇറങ്ങിയൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം. ബയോ ഗൈസ്. ഹേ ഗൈസ്, നമ്മളിത് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ എത്തണേന് മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നി കോട്ടുമായിട്ട് തന്നെ മുഷിപ്പിക്കണായിരുന്നു. അതെ ചായക്കടി ചൂടുണ്ടോ? ചൂട് ഉഴുന്ന് വട. നമ്മള് ഓഫീസിന്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല. എത്തണേന് മുന്നേട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറി. എനിക്കാകെ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ചായ കുടിക്കാനായിട്ട് കയറി ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് കടികൾ ഇങ്ങനെ പൊരിച്ചിട്ടേ കയറി വിടും. നല്ല ക്രിസ്പിയാണ്, ചൂടുണ്ട് നല്ല. അപ്പൊ ഇക്കാകെ ചായ വാങ്ങിക്കാൻ കയറി. അപ്പൊ എനിക്കും ചായ കടി. ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം. കൊച്ചപ്പട മോനാണ്, കല്യാണം ആലോചിക്കുന്നുണ്ട്, പെണ്ണ് വേണം. അപ്പൊ നമ്മളിത് ഓഫീസിൽ എത്തിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതിനാൽ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കുട്ടി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വേഗം ചാടിക്ക് ഒരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സാമ്രാജ്യം ഡീകാർബണൈസിംഗ് ഗാരേജ്. ഞാനും ലൈഫിൽ മാത്രമല്ല പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്, പ്രൊഫഷണൽ ലൈഫിൽ ഞങ്ങൾ പാർട്ട്നേഴ്സ് ആണ്. നമ്മുടെ സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആലുവ പറവൂർ റൂട്ടിലെ മാളിക പീടികയാണ്. ഇതൊരു പ്യുവർലി ഓട്ടോമൊബൈൽ സർവീസ് സെന്റർ ആണ്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എഞ്ചിൻ ഡീകാർബണൈസിംഗിലാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീകാർബണൈസിംഗ് ഗാരേജിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ഒരു കുട്ടി യൂട്യൂബ് ചാനലുണ്ട് ഡീകാർബണൈസിംഗ് ഗാരേജിന്റെ, ഇങ്ങനെ ഡെവലപ്പ് ആയി വരുന്നതേ ഉള്ളൂ. അതും കൂടി ഒന്ന് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഇവിടുത്തെ അപ്ഡേറ്റ്സ് എല്ലാം അതിൽ കൂടെ അറിയാൻ പറ്റും. പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. നേരെ ഫ്രണ്ടിൽ മെയിൻ റോഡാണ്, ആലുവ പറവൂർ റോഡാണ്. നല്ല വണ്ടികൾ പോണ സമയമാണ്. അപ്പൊ അതിന്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് ഞാനിവിടുത്തെ ബ്രാൻഡിങ്ങിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ സ്റ്റാഫ് ഉണ്ട്, അപ്പൊ അവരെ മാനേജ് ചെയ്യണം. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ വേണ്ടി ഓൾ ഇൻ ഓൾ ആയിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് 5-ാം വർഷത്തിലേക്കാണ്.
ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 വർഷം കംപ്ലീറ്റ് ചെയ്ത് 8ാം വർഷത്തിലേക്കാണ്. സോ നമ്മള് ആഫ്റ്റർ മാരേജ് ആണ് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇക്കാക്ക പഠിച്ച ഫീൽഡിന്റെ ആണ് കേട്ടോ. ഇക്കാക്ക പഠിച്ചത് ബിടെക് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ഇക്കാക്കാന്റെ ഫീൽഡാണിത്. ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു 6 മാസം മാത്രമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. വിത്തിൻ 1 മന്തിൽ പ്രഗ്നന്റ് ആയി. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ, ഡെലിവറി, പ്രഗ്നൻസി, ഡെലിവറി, ബേബി, അങ്ങനെ ഒരു ഹയാസിന് ഒരു 1.25 വയസ്സ് വരെ എൻ്റെ ലൈഫ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് ഇവിടെ നിന്ന് മാറിയിട്ട്, ഈ ലൊക്കേഷൻ മാറിയിട്ട് ഞാൻ പറയാം കേട്ടോ. കാരണം മൊത്തത്തിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മളിത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓഫീസിൽ ഇന്നിപ്പോ കുട്ടി വർക്ക്സ് ഒക്കെ ആയിട്ട് വണ്ടികൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ സമയം 5:45 കഴിഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു പാടമുണ്ട്. പാടത്തിന്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് കഥകളൊക്കെ പറഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോകാന്ന് ഓർത്തു. ഇക്കാക കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് 2012 ഇറങ്ങുന്നത്. അതിനുശേഷം ഒരു 5 വർഷത്തോളം ഇക്കാക റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ഇയർ ഇക്കാക ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ദുബായിൽ പോകുന്നതിന് മുന്നേ നാട്ടിലൊരു ടാക്സി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദുബായിൽ പോയിട്ട് വന്നതിന് ശേഷം ഇക്കാക ടാക്സി ഡ്രൈവർ ആയിട്ട് പോവായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഇക്കാകന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് യൂബർ ടാക്സി ഡ്രൈവർ ആയിരുന്നു കേട്ടോ. ആഫ്റ്റർ മാരേജ് ഞാൻ ഒരുപാട് സിമ്പതി, സെന്റിമെന്റ്സ്, നെഗറ്റീവ്സ് ഇതെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഊഹിച്ചാൽ മനസ്സിലാവും, എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയ ഒരാള് ഇങ്ങനെ ഒരു യൂബർ ടാക്സി ഒക്കെ ഓടിച്ച് നടക്കുമ്പോൾ നമുക്കൊരു വാല്യൂ ഇല്ലാത്ത ഒരു ഇതാണ്. കാരണം എഡ്യൂക്കേഷണലി മാത്രം സൗണ്ട് ആയാൽ പോരാ, നമ്മള് പ്രൊഫഷണലി സൗണ്ട് ആവണം, ഫിനാൻഷ്യലി സൗണ്ട് ആവണം. എന്നാൽ മാത്രമാണ് മറ്റുള്ളവരുടെ ഒരു മുൻപില് നമുക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇക്കാക്ക് ഒരു ടാക്സി ഫീൽഡിൽ നിന്നിട്ട് നമുക്ക് ഏർണിങ്സ് ഒന്നും അത്ര പറ്റുന്നില്ല. നമ്മളുടെ ജീവിച്ചു പോകാനായിട്ട് പോരാന്ന് തോന്നിയ സമയത്ത് നമ്മുടെ ടാക്സി റെന്റ് ഔട്ട് ചെയ്തിട്ട് ഇക്കാക്ക് പോയൊരു ജോലി എന്ന് പറയുന്നത് സ്കൂളില് ട്രാവലർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് ട്രാവലർ ഓടിക്കുന്നതിന്റെ. ട്രാവലർ ഓടിക്കാൻ പോയതിന്റെ അപ്പൊ നമുക്ക് മന്ത്ലി ഏർണിങ്സ് ഉണ്ടായിരുന്നു 9,500 നമ്മുടെ കയ്യിൽ കിട്ടും. ആ ഒരു കാര്യം കൊണ്ടാണ് ഇക്കാക്ക അതിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മളുടെ മേലെ സിമ്പതിയും സെന്റിമെന്റ്സും വെച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഹൈ ലെവൽ ഓഫ് സെന്റിമെന്റ്സും സിമ്പതിയും നമുക്ക് തരാൻ പറ്റിയിട്ട് ആ സമയത്ത് നമ്മൾക്ക് എന്ത് വേണം എന്നല്ല ഒരാളും ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ പറയാൻ മാത്രമാണ്. അതിനിടയിൽ ഇക്കാക്ക് ഒരുപാട് ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറി കട സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇക്കാക്ക് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ബിരിയാണി കട പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഷോപ്സ് ഒക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു മൂന്നാമതൊരാളറിയാതെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ബിസിനസ്സും കൂടി നമ്മളുടെ ഇന്റേണൽ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഒരാളോട് സീരിയസ് ആയിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ആള് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഈ പച്ചക്കറി കടയാണെങ്കിലും ബിരിയാണി കടയാണെങ്കിലും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാഫിനെ നിർത്തിയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാഫുകൾ ഒരു സമയത്ത് ഇല്ലാണ്ടായാൽ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിലാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മളത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു മേഖലയിൽ വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ പച്ചക്കറി കട ബിരിയാണി കട എന്ന് ഞാൻ അത് മാത്രം എടുത്തു പറഞ്ഞു എന്നുള്ളത്. അല്ലാണ്ട് കുറെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് നമുക്ക് ബിസിനസ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോ അതൊന്നും നമുക്ക് നമ്മളെ കൊണ്ടൊക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ ബിസിനസിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇക്കാകെ ട്രാവലർ ഓടിക്കാൻ പോകുന്നുണ്ട്, സ്കൂൾ ട്രിപ്പ് പോകുന്നുണ്ട്, ടാക്സി റെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാതെ എന്റെ ഡെലിവറി കഴിഞ്ഞു. അതും ഒരു അൺഎക്സ്പെക്ടഡ് ഡെലിവറി ആയിരുന്നു, സിസേറിയൻ ഡെലിവറി ആയിരുന്നു. ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് വന്ന ഒരു ഡിപ്രഷൻ ലെവല് ഹൈ ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇക്കാക്ക ചെയ്തൊരു വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഹയാസിന് ഒരു 20 ദിവസം ഒന്നും ആയിട്ടില്ലേ. ആ ഒരു സമയത്താണ് ഇക്കാക്ക പോയിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് വന്നു. ഈ ഓട്ടോറിക്ഷ എടുക്കാനായിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടാണ് എന്റെ അടുത്ത് വന്ന് പറയുന്നത്. കാല് പിടിച്ച് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് എടുക്കണ്ടെന്ന്. ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഒരു തെറ്റായ കാര്യമൊന്നും അല്ല കേട്ടോ. ഞാൻ എല്ലാ ജോലിനെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ഓട്ടോറിക്ഷ ഓടിക്കാന്ന് പറയുന്നത്, വീട്ടില് വാപ്പിച്ചി, കാരന്റെ വാപ്പിച്ചി റിട്ടയർമെന്റിന് ശേഷം ഒരു ഓട്ടോ ടാക്സി ഡ്രൈവറാണ്. അപ്പൊ നമ്മുടെ നാട്ടില് ഒരു ഓട്ടോ സ്റ്റാൻഡില് വാപ്പയും മോനും ഒരുമിച്ച് പോയി കിടന്ന് ഓടുക, എനിക്ക് അതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ.
പിന്നെ സിസേറിയൻ കഴിഞ്ഞ ഒരു ഡിപ്രഷൻ സ്റ്റേജ്, മൊത്തത്തില് നമ്മളിങ്ങനെ പാറി നടന്നപ്പോ ഫസ്റ്റ് ബേബി കയ്യിലേക്ക് വരാൻ അങ്ങനെ ഒക്കെ കൂടി ഒരു പോസ്റ്റ്മോർട്ടം ഫീലിംഗിൽ ഇരിക്കുന്ന സമയത്താണിത്. അപ്പൊ ഈ ഓട്ടോറിക്ഷ എടുക്കുന്നതിനെ പറ്റി മാത്രമാണ് ഞാൻ ഇതുവരെ ഇക്കാനോട് നോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇക്കാക്ക് അത് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. വാങ്ങിച്ച് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. ഞാനത് കാണാനൊന്നും കൂട്ടാക്കിയില്ല. വീട്ടിൽ കൊണ്ടുപോയി. വാപ്പിച്ച് എന്നെക്കാളും സാഡായിരുന്നു ആ സമയത്ത്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ വാപ്പിച്ച് എന്നെ നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോ വാപ്പിച്ചിക്ക് എക്സ്ട്രാ വരുന്ന ഓട്ടങ്ങളൊക്കെ സ്റ്റാൻഡിൽ പോകണ്ട, വീട്ടിൽ നിന്ന് എനിക്കാക്ക് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ രാവിലെയും വൈകുന്നേരവും ഇക്കായി ട്രാവലർ ഓടിക്കും. അതിനിടയിൽ വരുന്ന സമയത്തും ബാക്കിയുള്ള സമയത്തൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കും. പിന്നെ ടാക്സി ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത്ര ഇതായില്ല അല്ലേ. യൂബറൊക്കെ കുറച്ച് ഡൗൺ ആയ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് ഇല്ലാതെയായി. 2019 കോവിഡ് വന്ന സമയത്ത് നമുക്ക് വരവുമില്ല ചെലവില്ലാത്ത അവസ്ഥയായി. ലോക്ക്ഡൌൺ ഒക്കെ ആയി, വീട്ടിൽ കുത്തിയിരിപ്പായി. മൊത്തത്തില് നമ്മളിങ്ങനെ ലോക്കായിട്ടിരുന്ന സമയത്താണ് കൂടുതലായിട്ട് നമ്മുടെ ഈ ബിസിനസിനെ പറ്റിയിട്ട് ഇക്കാകെ ആലോചിച്ചും കുറെ സ്റ്റഡീസ് ഒക്കെ നടത്തി. എന്താ പറയാ, എനിക്ക് ഇതിനെപ്പറ്റി ഇന്റേണൽ കാര്യങ്ങളായിട്ട് അന്ന് എനിക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്നെ ഇക്കാകെ ഇതിലേക്ക് പഠിപ്പിച്ച് എന്നെ കൺവിൻസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. അങ്ങനെ കോവിഡ് ഒക്കെ ഒന്ന് ഒതുങ്ങിയ ലോക്ക്ഡൌൺ ഒക്കെ മാറിയ സമയത്താണ് നമ്മൾ നേരെ നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇനോഗ്രേഷൻ ഒക്കെ വെക്കുമല്ലോ. അതിന് മുന്നേ നമ്മുടെ വീട്ടില് വാപ്പിച്ചാണെങ്കിൽ കൂടി നമ്മള് ഈ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞത് പെട്ടെന്നായിരുന്നു കേട്ടോ. നമ്മളൊരു ഷോപ്പൊക്കെ നോക്കി വെച്ചിട്ട് ഞാനും ആദ്യം ഇക്കാകെ പോയി കണ്ടു, പിന്നെ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു. ഫൈനലി അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വാപ്പിച്ചിനെയും കൊണ്ട് ഇക്കാകെ പോയിട്ട് അവിടെ ചെന്നപ്പോഴാണ് വാപ്പിച്ച് അറിയുന്നത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലായിരുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സെറ്റ് ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇക്കാടെ മൂത്താപ്പടം മോനൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ മൈൻഡില് നമ്മളോട് സിമ്പതി സെന്റിമെന്റൽ ആയിട്ട് നിന്ന ആളുകള് നേരിട്ട് എന്റെ അടുത്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അജ്മല് ജോലിക്ക് പോകുന്നില്ലേ, ഇതും കൊണ്ട് എന്താവാനാണ്, എങ്ങനെ ജീവിക്കാനാണ്, എവിടെയെങ്കിലും ജോലി നോക്കിക്കൂടെ, എന്തെങ്കിലും ചെയ്തൂടെ, ഇങ്ങനെ പോയിട്ട് എന്ത് പറ്റും. അങ്ങനെ നമ്മള് മോട്ടിവേഷനിലൂടെ സെന്റിമെന്റ്സും നമുക്ക് ആ ഒരു സപ്പോർട്ടൊക്കെ തന്നുകൊണ്ടിരുന്ന ആളുകള് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് അവരുടെയൊക്കെ എന്താ പറയാ ഫേസ് ചെയ്യുന്ന തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ മൈൻഡേ മാറിപ്പോയി. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെക്കാളേറെ അവർ സന്തോഷിക്കുന്നോർത്ത് നമ്മൾ പോയിട്ട് പറഞ്ഞിട്ട് ഈവൻ ഇനോഗ്രേഷന് പോലും അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഇനോഗ്രേഷന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടുമല്ലോ, വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് മറ്റേ നോട്ടീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്ട് വന്ന് നമ്മളെ ബ്ലസ് ചെയ്ത ആളുകളുണ്ട് കേട്ടോ. ഇനോഗ്രേഷൻ കഴിഞ്ഞും അതിന് ശേഷമൊക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മളെ ബ്ലസ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഡയറക്റ്റ് പറഞ്ഞു ഭയങ്കര സന്തോഷമായി, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മള് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൂടിയ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഓട്ടോറിക്ഷ ഉണ്ട്. പിന്നെ ട്രാവലർ ആ സമയത്ത് ഇക്കൊക്കെ ഓടിക്കുന്നത് വിട്ടു. ഓട്ടോറിക്ഷ ആ സമയത്ത് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി നാളുണ്ടായിരുന്നില്ല ഓട്ടോറിക്ഷ. ആ സമയത്താണ് ഓട്ടോറിക്ഷ, അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഓട്ടോറിക്ഷ നമ്മള് വിറ്റിട്ടുണ്ടായിരുന്നത്. ഹയാസിന് 1.25 വയസ്സ് ആ ഒരു സമയത്താണ്, നവംബറിലാണ് നമ്മൾ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹയാസ് ജനുവരിയിലാണ് ജനിച്ചത് കേട്ടോ. 2 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. 1.25 വയസ്സായപ്പോഴാണ് ഹയാസിനെ വീട്ടിലേക്കാട് ഉമ്മിച്ചീനെ ഏൽപ്പിച്ചിട്ട് ഞാനും ഇക്കാക്കയും കൂടി ഓഫീസിൽ വരും. എന്നെ എല്ലാ കാര്യങ്ങളും ഇക്കാവ് പഠിപ്പിച്ചത്. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണെങ്കിലും എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ ഓട്ടോമൊബൈൽ ഫീൽഡില് ഒരു 70% കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങള് രണ്ടുപേരും മാത്രമാണ് തൊഴിലാളി മുതലാളിയായിട്ട് ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മള് ഗ്രാജുവലി വർക്ക്ഔട്ട് ആയി എന്ന് കണ്ടപ്പോഴാണ് സ്റ്റാഫിനെ നിർത്തിയതും. പിന്നെ നമ്മളൊരു ബ്രാഞ്ച് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബ്രാഞ്ച് ഒരു 1 ഇയർ മാത്രമാണ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് എടുത്ത ഷോപ്പ് എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലേക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ മെയിൻ റോഡിലേക്കായി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. നമ്മൾ ഭയങ്കര കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്തെന്നല്ല, പക്ഷെ ഇപ്പൊ നമുക്കൊരു സൊസൈറ്റിയില് നല്ലൊരു വാല്യൂ തരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബിസിനസ് ആണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട്, എടുത്തു പറയാനൊരു ജോലി പറയാനായിട്ടുണ്ട്. അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പിന്നെ ആ സെന്റിമെന്റ്സും ആ ഒരു സിമ്പതിയും ഉണ്ടാക്കി വെച്ചിരുന്ന ആളുകളുണ്ടല്ലോ, നമ്മളോട് ഉണ്ടാക്കി വെച്ചിരുന്ന ആളുകള് ഇപ്പൊ കാണുമ്പോ ചോദിക്കണ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ഇപ്പോഴും ആ പരിപാടി ഉണ്ടോ, അവിടെ തന്നെ ഉണ്ടോ എന്നാണ് ചോദിക്കണത്. എന്റെ ഒരു ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം,
നമ്മളോട് സിമ്പതി സെന്റിമെന്റ്സ് വെച്ചിരിക്കുന്ന ആളുകള് നമ്മളുടെ സക്സസില് അവര് നമ്മളെക്കാൾ ഏറെ ഹാപ്പി ആവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരോട് പോയി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡീമോട്ടിവേറ്റ് ആവുള്ളൂ. അവരുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷനും അവരുടെ പോസ്റ്റർ എക്സ്പ്രഷനും ഒക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ഡീമോട്ടിവേറ്റഡ് ആവുള്ളൂ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് ആ ഒരു സെറ്റ് ഓഫ് ആളുകളുടെ കൂടെ കൂടാതിരിക്കുക. പിന്നെ ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഞങ്ങളും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആയിത്തീരാതിരിക്കില്ല. നമ്മള് ജെന്യുവൻ ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എന്നെങ്കിലും ഒരു സക്സസിലേക്ക് എത്തിപ്പെടും. ഞാനിപ്പോ വിചാരിക്കും ഒരു 10 വർഷത്തിനുള്ളിൽ എന്തായാലും സെറ്റിൽ ആവുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് ഞാനും ഹോപ്പിലാണ്, ഒരു ഹോപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുതല് നമ്മൾ ഓഫീസിൽ പോകുന്ന വ്ളോഗ്സ് ഇടുന്ന സമയത്ത് എന്താണ് ജോലി എന്നുള്ളത് ആരും ചോദിക്കില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനിയിപ്പോ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്ന് നമ്മളുടെ ചാനൽ ഇങ്ങനെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവര് ചോദിക്കും. അപ്പൊ അവർക്ക് നമുക്ക് റെഫറൻസ് ആയിട്ട് ഈ ഒരു വീഡിയോ കൊടുക്കാം. എനിക്കിതൊക്കെ ഇങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസ് ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും കമന്റ് ചെയ്യാട്ടോ. അത് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡീകാർബണൈസിംഗ് ഗാരേജിനെ പറ്റി അറിയാനുള്ളവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിന്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.